ഹായ്, ശരത്താണ്. EFCIയുടെ Q3 FY26 റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഏകദേശം എത്ര ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. ആദ്യം അവരുടെ റിസൾട്ടിലേക്ക് കടന്നാൽ Q3 അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 52%, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 54%. അവിടെ അവരുടെ എബിറ്റയിൽ ഏകദേശം 20% ഗ്രോത്ത് വന്നത്. അത് അവരുടെ റിസൾട്ട് വന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. കാരണം 52% റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഏകദേശം 54% ഉണ്ടായിരുന്നു. പക്ഷേ എബിറ്റയിൽ മാത്രം 20% ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റീസണൊക്കെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 20% മാത്രം എബിറ്റയിൽ ഗ്രോത്ത് കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനിലാണ് അത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ഫിനാൻസ് കോസ്റ്റിലും കാണിക്കും. അതുകൊണ്ട് തന്നെ എബിറ്റയുടെ പെർസെൻറ്റേജ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രൊഡക്റ്റ് മിക്സ് നോക്കിക്കഴിഞ്ഞാൽ കോവർക്കിംഗ് സ്പേസിലുള്ള അതിൽ നിന്നുള്ള റവന്യൂ മിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ 52%. നേരത്തെ 60% മുകളിലുണ്ടായിരുന്നു. അതേപോലെ അവരുടെ ബിൽഡ് ആൻഡ് ഡിസൈൻ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗ്രോത്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 20-30% അത് ഏകദേശം 42% ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ലീസ് ലയബിലിറ്റി വരില്ല. ഈ പറഞ്ഞ കോവർക്കിംഗ് സ്പേസിൽ വരുമ്പോൾ അവിടെ ഈ ലീസ് ലയബിലിറ്റി വരും. അപ്പോൾ ഇവരുടെ ബിൽഡ് ആൻഡ് ഡിസൈൻ സെക്ടർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അല്ല അതിന്റെ റവന്യൂലുള്ള പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ കൂടുന്നതുകൊണ്ടാണ് എബിറ്റയിൽ ഈ പറയുന്ന പോലത്തെ ഗ്രോത്ത് കാണിക്കാത്തത്. അത് മാനേജ്മെന്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ നോക്കുമ്പോഴത്തേന് കൂടുതലായിട്ട് പാറ്റ് മാർജിൻ നോക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വെച്ചാൽ ഒന്ന് ലീസിന്റെ കാര്യത്തിൽ നോക്കിയാൽ, അതായത് നമ്മുടെ കോവർക്കിംഗ് ബിസിനസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 25-26% മാർജിൻസ് പാറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ആൻഡ് ബിൽഡ് സെക്ടറിൽ നോക്കിയാൽ ഏകദേശം 18-20% പാറ്റ് മാർജിൻ എക്സ്പെക്ട് ചെയ്യാനാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വേറെ മൂന്നാമതൊരു റവന്യൂ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ബിസിനസ് ആണ്. അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അടുത്തൊരു Q1 ഉള്ളിൽ പറയാൻ മാനേജ്മെന്റ്. കാരണം അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. അത് 1 year ആകുന്ന ഒരു സമയത്ത് മാനേജ്മെന്റ് കൃത്യമായിട്ട് അതിന്റെ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അറൗണ്ട് 20% 20-25% ഇടയ്ക്ക് നമുക്ക് എന്തായാലും പാറ്റ് മാർജിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 22-23% തന്നെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ അവരിപ്പോൾ പാറ്റ് മാർജിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ വരാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫർണിച്ചർ ബിസിനസ് നോക്കിയാൽ ഏകദേശം 35-40% ആണ് ഫർണിച്ചർ ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ള കപ്പാസിറ്റിയുടെ യൂട്ടിലൈസേഷൻ. അത് അടുത്ത Q1 Q2 സമയമാകുന്നതുകൊണ്ട് തന്നെ ഏകദേശം 75-80% കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പാറ്റിലെ മാർജിൻസിൽ ഇമ്പ്രൂവ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നിട്ട്. അതേപോലെ തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡും ലീസും ഏകദേശം ഇപ്പോൾ 42-52% ആണുള്ളത്. അതായത് ഈ ഫർണിച്ചർ സെക്ടറിൽ നിന്നുള്ള ഗ്രോത്ത് കൂടെ വരുന്നതിനനുസരിച്ച് ഇത് മൂന്നും ഏകദേശം ഒരു 30-35% ഇടയ്ക്ക് വരാനാണ് മാനേജ്മെന്റ് അടുത്തൊരു മീഡിയം ടൈമിലേക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാൽ ഏകദേശം നമുക്ക് എങ്ങനെ പ്രതീക്ഷിച്ചാലും ഈ പറഞ്ഞ 20-25% ഇടയ്ക്ക് എന്തായാലും പാറ്റ് മാർജിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇവരുടെ ലീസിംഗ് ബിസിനസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 73,000 സീറ്റ് അഡീഷൻ ആയിട്ടുണ്ട് ടോട്ടൽ. ഈ ഒരു ക്വാർട്ടറിൽ അവർ ഏകദേശം 5,000-ഓളം പുതിയ സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 പുതിയ സീറ്റുകൾ ആഡ് ചെയ്യുന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 13,000 സീറ്റോളം ഈ ഒരു 9 മന്തിൽ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഏകദേശം 5,000-7,000 സീറ്റെങ്കിലും മിനിമം 7,000 സീറ്റ് ആഡ് ചെയ്താലുള്ളവർക്ക് ഏകദേശം 20,000 ആവുള്ളൂ. മാനേജ്മെന്റ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതായത് Q4 അവർ ഏകദേശം 7,000-ഓളം സീറ്റ് ആഡ് ചെയ്ത് ആ 20,000 എന്ന് പറഞ്ഞ ടാർഗറ്റ് അവർ എത്തിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവർ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 20,000-ഓളം പുതിയ സീറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തീരുമ്പോൾ ഏകദേശം 80,000-ഓളം സീറ്റുകളാവും ടോട്ടൽ. അതിന് കൂടുതൽ 20,000 എന്ന് പറയുമ്പോൾ ഏകദേശം 25%-ഓളം അവരുടെ സീറ്റ് അഡീഷൻ ആ വോളിയം ഗ്രോത്തിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ലീസിംഗ് ബിസിനസ്സിൽ ഗ്രോത്ത് വരും 25%-ഓളം. പിന്നീട് വേണ്ടത് എന്ന് വെച്ചാൽ വാല്യൂ ഗ്രോത്ത് ആണ്. വാല്യൂ ഗ്രോത്ത് എന്ന് വെച്ചാൽ അവരുടെ പെർ സീറ്റിലുള്ള റെന്റ് അത് ഏകദേശം 6,700-6,800 ഉണ്ടായിരുന്നത് ഈ ഒരു ക്വാർട്ടർ ആയപ്പോൾ ഏകദേശം ഒരു 7,000-7,300 അവരുടെ റെന്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഏകദേശം ഒരു 10%-ഓളം ഗ്രോത്ത് നമുക്ക് ഈ പറഞ്ഞ വാല്യൂ ഗ്രോത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ലീസിംഗ് ബിസിനസ്സിൽ അറൗണ്ട് ഒരു 35-40% ഗ്രോത്ത് നമുക്ക് ടോട്ടൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ഡിസൈൻ ആൻഡ് ബിൽഡിൽ നോക്കിയാൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം 50-60% ഗ്രോത്ത് ആ ഒരു സെക്ടറിൽ നിന്ന് വരും എന്നുള്ള കാര്യമാണ്. സോ അതിന്റെ കോൺട്രിബ്യൂഷൻ ഏകദേശം ഒരു 40%-ഓളം എങ്കിലും റവന്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്നും നമുക്കൊരു 30-40% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫർണിച്ചർ ബിസിനസിന്റെ കാര്യത്തിലും മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള യൂട്ടിലൈസേഷന്റെ ഡബിളിന് മുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് മാനേജ്മെന്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരു 30%-ന് മുകളിൽ 30-35%-ന് മുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ 60%-ന് മുകളിലാണ് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗൈഡൻസ് തന്നെ ഏകദേശം ഒരു 40-50% ഇടയ്ക്കാണ് മാനേജ്മെന്റ് ഗൈഡൻസ് ഉണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതേ ഒരു ഗ്രോത്ത് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ അവർ ഈ പാറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ നല്ലൊരു ബെറ്റായിട്ട് തന്നെയാണ് EFCനെ തോന്നുന്നത്. ഈ ഒരു കോവർക്കിംഗ് സ്പേസിലെ ഒരു ലീഡിംഗ് കമ്പനി തന്നെയാണ് EFC എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ള കമ്പനികളിലൊക്കെ ഗ്രോത്ത് നമ്മളിപ്പം സ്മാർട്ട് വർക്സിനെ ആണെങ്കിലും സംസാരിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ
ഓഫീസിന് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഓഫീസിന്റെ ഗ്രോത്ത് 20% താഴെയാണ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അവരെ കഴിഞ്ഞെല്ലാം മുകളിലായിട്ട് ഈ ഒരു സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന EFC തന്നെയാണ്. EFCയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ അവർ ഏകദേശം ഒരു 1000-1050 കോടിയിലേക്ക് റവന്യൂ എത്തിക്കാൻ സാധ്യതയുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് പി, ഈ റിസൾട്ടിന് ശേഷമുള്ള പി എന്ന് പറയുന്നത് ഏകദേശം 19 ആണ് വരുന്നത്. അതേപോലെ തന്നെ Q4 എൻഡിന് സമയത്ത് ഏകദേശം ഒരു 15-16 പിയിലേക്ക് എത്താനാണ് സാധ്യത കൂടുതലുള്ളത്. അതുപോലെ നമ്മൾ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന FY27ന്റെ പി റേഷ്യോ, ഫോർവേഡ് പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു റവന്യൂ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1000-1050 കോടിയോളം ടോപ്പ് ലൈൻ എത്തിക്കും. അതിനുശേഷം ഒരു 35% ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ ഏകദേശം ഒരു 1400-1450 കോടിയിലേക്ക് അവരുടെ ടോപ്പ് ലൈൻ എത്താൻ സാധ്യതയുണ്ട് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ. അതിലൊരു 22-23% പാറ്റ് മാർജിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഏകദേശം ഒരു 320-330 കോടിയോളം പാർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ. ആ പാർട്ട് വെച്ച് നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-11 അവരുടെ ഫോർവേഡ് പി വരുന്നത്. ഏകദേശം ഒരു 35-40% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി 10-11 ഫോർവേഡ് പിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ കമ്പനി അണ്ടർ വാല്യൂഡ് തന്നെയായിട്ടാണ് കിടക്കുന്നത്. കാരണം ഏകദേശം 60% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി 20 താഴെയാണ് ഇപ്പം ഫോർവേഡ് പി ഉള്ളത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 10-11 അടുത്താണ് ഫോർവേഡ് പി വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതേപോലെ തന്നെ അവരുടെ വാല്യുവേഷൻസും വളരെ ചീപ്പായിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. വരുന്ന ക്വാർട്ടറിലൊക്കെ കമ്പനി പറഞ്ഞ പോലെ തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീറേറ്റിംഗിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി തന്നെയാണ് EFC എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങളുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.